നാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പം ഒരു വർഷത്തേക്ക് കഴിക്കാനുള്ള മരുന്നായിട്ടാണ് ട്ടോ ഞാൻ വന്നത്. എന്താ കാരണം എന്നറിയോ? ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ട്, വൈറ്റമിൻ ഡി ഒട്ടുമില്ല, അതുപോലെ തന്നെ കൊളാജനും ഇല്ല. എൻ്റെ നേരത്തെ വീഡിയോസ് ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഫുള്ള് യാത്രയിലാണ്. പക്ഷെ അതല്ലാട്ട സത്യം. നാട്ടിൽ വെച്ചിട്ട് എല്ലാ ദിവസവും 1.5 മണിക്കൂർ വെച്ചിട്ട് എനിക്ക് തെറാപ്പി ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഉണ്ടല്ലോ, കാലും കൈയും പിടിച്ചിട്ടാണ് എന്നെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോകണത് തന്നെ. വേറൊന്നും കൊണ്ടല്ലാട്ടാ, ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അധികം യാത്ര ഒന്നും പാടില്ല എന്ന്. എന്നിട്ട് ഞാൻ നിർബന്ധം പിടിക്കണത് തിരിച്ചിവിടെ വന്നു കഴിയുമ്പോൾ ഇതായിരിക്കും എൻ്റെ അവസ്ഥ എന്നുള്ളത് എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. 1-2 ദിവസം ലീവ് കിട്ടുമ്പോഴാണ് ഞാൻ ഒന്ന് പുറത്തോട്ട് പോണത്. ഒറ്റയ്ക്ക് പുറത്തോട്ട് പോണത് ഭയങ്കര മടുപ്പുള്ള കാര്യമാണ് കേട്ടോ. പക്ഷെ എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് നമുക്ക് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റൂലല്ലോ. ഇവിടെ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വർക്ക് ചെയ്യണവരായിക്കോട്ടെ, അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയും പഠിച്ച ഫീൽഡിൽ തന്നെ ജോലി വാങ്ങിച്ചിട്ട് കുറച്ചാൾ ഇവിടെ നിന്ന് ക്യാഷ് ഉണ്ടാക്കി തിരിച്ചു പോകാന്നുള്ളതാണ്. വേറെ കുറച്ച് പേർക്ക് എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് സെറ്റിൽ ആവണം എന്നായിരിക്കും കേട്ടോ ആഗ്രഹം. ഇവിടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഭാഗ്യമായിട്ടുള്ള കാര്യമാണ്. എന്താണെന്നറിയോ, ചിലപ്പോൾ ഇന്നലെ വരെ നമ്മുടെ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്ന ഒരാൾ നാളെ എവിടെയെങ്കിലും ദൂരെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ ആൾക്ക് അങ്ങോട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാൻ ആർക്കും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാറില്ല. നമുക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പോകണം. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ ചെയ്യണം. ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് തന്നെ അത് വള്ളിയാവും.